10-10:30 കാണും. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് വേണോ ട്രാവൽ വ്ലോഗ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് 95-96% എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, ഓരോരിടത്തും പോകാനുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ അലാറം വെച്ചിട്ട് ടൈം ലാപ്സ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട്, രാവിലെ സൺറൈസ് ചെയ്ത് വരുന്നതൊക്കെ. അലാറവും കേട്ടില്ല, ഞാൻ എണീച്ചതുമില്ല, അതൊന്നും എടുക്കാനും പറ്റിയില്ല. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 10-10:30 കാണുമായിരിക്കും. അപ്പം പിന്നെ സാറ്റർഡേ ആണ് ഇച്ചിരി ലേറ്റായിട്ടാണ് എണീച്ചത്, അല്ലെങ്കിൽ കോളേജൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ എണീക്കും. പിന്നെ മെയിനായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഞാൻ മടിച്ചത് എന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്യാനായിട്ട്. മീൻസ് എണീക്കുന്നു, കഴിക്കുന്നു, വേറെ എന്തെങ്കിലും ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. പല്ലിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡ് വെക്കാനായിട്ട് ട്രൈപോഡ് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ പോലത്തെ എന്തോ ഇളകി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നെയാണ് എടുത്തത്. പക്ഷേ റൈറ്റ് കയ്യിൽ ഇത് പിടിച്ചിട്ട് ലെഫ്റ്റ് കൊണ്ട് പല്ലിയൊക്കെ നല്ല പാടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തായിരുന്നു. ഇനി മറ്റത് ഒന്നേന്ന് വച്ചെടുക്കാം പ്രമാണിച്ചിട്ട്. പല്ലിച്ച് നമുക്കടുത്ത് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാണ്, മാമ എർത്തിൻ്റെ മിൽട്ടാണി മിൽട്ടി ഫേസ് വാഷാണ്. നമുക്ക് എന്തായാലും അത് യൂസ് ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ട് കാണാം. അപ്പോൾ അതിനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി പിന്നെ വേറൊന്നും ഞാൻ മോട്ടിയില്ല, സ്കിൻ കെയർ ചെയ്ത് പിന്നെ ജസ്റ്റ് ഒന്ന് ഐലൈനർ കണ്ണ് എഴുതി കൊടുത്ത് ഇച്ചിരി നല്ല വൃത്തി കോലത്തിലിരിക്കണം. വീഡിയോ എടുക്കാനായിട്ട് മാത്രം, അല്ലെങ്കിൽ എങ്ങനെയൊന്നും ചെയ്യാറില്ല വീട്ടിൽ നിൽക്കുമ്പം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അമ്മ പറഞ്ഞ ദോശയും ചമ്മന്തിയാണെന്ന് ദേശീയ ഭക്ഷണം. കഴിക്കണോ വേണ്ടേന്ന് ആലോചിക്കും, പക്ഷെ നല്ല വിശപ്പുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ബാൽക്കണി ഉണ്ട്, എപ്പോഴും അത് ആ ഡോർ തുറന്നപ്പോഴത്തേക്കും നല്ല രീതിക്കൊരു വെട്ടം കിട്ടും. ഞാൻ ഫോട്ടോയൊക്കെ എപ്പോഴും പൊതുവെ ബാൽക്കണിയിൽ വന്നാണ് എടുക്കാറ്. അപ്പം എനിക്ക് നല്ലൊരു വെട്ടം കിട്ടും കാണിച്ചത്. പിന്നെ ബാൽക്കണിയിൽ പ്രത്യേകിച്ച് അങ്ങനെ നല്ല വ്യൂ ഒന്നുമില്ല. ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി നല്ല വ്യൂ. പിന്നെ മഴ പെയ്യുമ്പോഴും നല്ല രീതിക്ക് വെയിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ എനിക്ക് എപ്പം ഇങ്ങനെ ഫേസിൽ വെട്ടം അടിക്കണുണ്ടല്ലോ, അപ്പം എനിക്കിങ്ങനെ നിന്ന് ഓരോ കോപ്രായം കാണിക്കാം ഭയങ്കര ഇഷ്ടം തന്നെ. ഏതോ രാവിലെ തന്നെ വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് പറയും, പക്ഷെ ഞാൻ എണീക്കുന്ന സമയത്ത് ഉള്ള വെയിൽ ഇതാണ്. ഈ വെയിലാണോ അതോ നമ്മുടെ ഏർലി മോർണിംഗിലെ വെയിലാണോ നല്ലതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കുറച്ച് നിന്ന് വെയിലൊക്കെ കൊണ്ടായിരുന്നു. അടുത്ത താഴെ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കണോ വേണ്ടെന്നാണ് ആലോചിക്കണമെങ്കിൽ ദോശയും ചമ്മന്തിയാണ്. അപ്പം ദേശീയ ഭക്ഷണമാണല്ലോ, വിശക്കുന്നുണ്ട്. കഴിച്ചില്ലെങ്കിൽ പിന്നെ വേറൊന്നുമില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും പോകുന്നതിന് മുന്നേ മുടി കെട്ടി വയ്ക്കാം. എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ആ ബാക്കിൽ കാണുന്ന ഫോട്ടോയിലുള്ളത് ഞാൻ തന്നെയാണ്. ആ സൺഫ്ലവറൊക്കെ ഫുൾ എഡിറ്റഡാണ്. ഇത് എനിക്ക് ഏകദേശം ജനിച്ചിട്ട് ഒരു 7-8 മന്ത് എന്തോ ഉള്ളപ്പോഴാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ എന്തോ ആണെന്ന്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെന്തോ പോയ സമയത്ത് എടുത്തതാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ ഫ്രെയിം ചെയ്യാൻ കൊടുത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഇങ്ങനെ സൺഫ്ലവറൊക്കെ കയറ്റി അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പം ഫ്രെയിം ചെയ്ത് എൻ്റെ റൂമിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വാളിൽ വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ താഴോട്ട് പോവാം. ഇത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്കും കിച്ചണിലും എല്ലായിടും ഇതേപോലെ ഓരോ ചെടികൾ അമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയും ചമ്മന്തിയാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് മുകളിൽ വന്നു. എനിക്ക് റൂമിൽ വന്ന അപ്പം ഈ ബാൽക്കണിയുടെ ഡോറ് തുറന്നിടാണ്, കാരണം നല്ല രസമാണ് വെട്ടം ഇങ്ങനെ റൂമിലടിക്കും. അതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആ കഴിക്കുന്നതിലും ഞാൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് പോയി. ഞാൻ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നിട്ട് മറ്റേ നീളം കുറഞ്ഞ സ്റ്റാൻഡായിരുന്നു, സെൽഫി സ്റ്റിക്കായിട്ടും അല്ലെങ്കിൽ ട്രൈപോഡാക്കി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലോങ് നീളത്തിന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഇത് കിട്ടുന്ന സ്റ്റാൻഡ് എൻ്റെ കയ്യിൽ അത് റിംഗ് ലൈറ്റ് വിത്ത് സ്റ്റാൻഡായിട്ടുള്ളതേ ഉള്ളൂ, അല്ലാത്ത എൻ്റെ കയ്യിലില്ല. അപ്പം അതിന് ഒരെണ്ണം ഓർഡർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോണ് താഴെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ വയ്ക്കാൻ പ്രത്യേകിച്ച് സ്പേസ് ഉണ്ട്, പക്ഷെ അത് വെച്ച് ഇനി ഇരിക്കത്തില്ല, വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇതിൻ്റെ മാത്രമേ എടുത്തോളൂ. അങ്ങനെ ഇതിൽ ആഡ് ചെയ്തേക്കാം.
അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉറക്കം എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണും വീഡിയോ എടുക്കുന്ന ഫോണൊക്കെ മീൻസ് ഒരു ഫോണാണ്. അപ്പം ചാർജ് ഈ ഫോണിലില്ല. ഇപ്പം തന്നെ ചാർജ് 19-20 എന്തോ, ഞാൻ 30 താഴോട്ട് ആക്കാറില്ല. പക്ഷെ ഇന്നിപ്പോൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും നല്ല രീതിക്ക് ചാർജ് ആണ്. അപ്പം ഇനി ഞാൻ ഫോൺ കൊണ്ട് ചാർജിനിട്ട് ചാർജായിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജായി. ഞാൻ ഫോൺ ചാർജിനിട്ട സമയത്ത് റീൽസൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എണീച്ചതേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയോ ഉറങ്ങിപ്പോയി. അപ്പം അങ്ങനെ രാവിലെ ഉറക്കം എണീച്ചു, കഴിച്ചു, ഉറങ്ങി. അടുത്തത് ഇപ്പോൾ എണീച്ച് ഇനി കുളിക്കണം. എന്തായാലും നമുക്ക് പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് പോകാൻ തോന്നുന്നെങ്കിൽ പോവാം. അപ്പം കുളിച്ചിട്ട് വരാം. അപ്പം ഞാൻ കുളിച്ച് കയറിയിട്ട് ജസ്റ്റ് വേറൊന്ന് മോയ്സ്ചറൈസർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് വീഡിയോ എടുക്കണമെന്ന് മാത്രം. അപ്പം എന്നിട്ട് ഞാൻ ഇത് റെഡിയാകുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്യാമറ ഓൺ ആക്കിയില്ല. മീൻസ് ഇങ്ങനെ വെച്ചിട്ട് റെക്കോർഡായില്ല. അപ്പം അതെല്ലാം മിസ്സായി. അപ്പം ഇനി വല്ല ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പം 3:30 എന്തോ ആയെന്ന് തോന്നുന്നു. അമ്മ മര്യാദയ്ക്ക് തന്നെ വിളിച്ചതാണ്, വാ പോവാൻ, പോയിട്ട് ഈവനിങ് വരാം. അമ്മയുടെ കസിൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ പോയിട്ട് ഈവനിങ് വരാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പോകാനുള്ള മടി. ഉറങ്ങാനൊഴിച്ച് വേറെ ഒന്നിനും എനിക്ക് ഉറങ്ങാനൊഴിച്ച് ബാക്കി എല്ലാത്തിനും എനിക്ക് മടിയാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. നമുക്ക് മാഗി ഉണ്ടാക്കാൻ പോയി. മാഗി അല്ല, ഹിപ്പിയാണ്, അതെടുത്തിട്ട് വന്ന്. പിന്നെ എൻ്റെ കൂടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെള്ളം വെച്ച് ഞാൻ ഇതിനകത്ത് കടുകിടും. പക്ഷെ നോർമലി ആരും അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ചുണ്ടാക്കണേ. അപ്പം ഇനി അത് ചൂടായിട്ട് നമുക്ക് മാഗി പൊട്ടിച്ചുണ്ടാക്കിടാം. അപ്പം മാഗി ഇനി എല്ലാം ഇട്ട് അതിലേക്ക് അത് കുക്കായി വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങളും ഉണ്ടാക്കാം. കഴിഞ്ഞ വർഷം ഈ ദിവസം ഇവിടെ ഭയങ്കര ആളും തിരക്കും ഒക്കെ ആയിരുന്നു. കാരണം കറക്റ്റ് ഈ ദിവസമാണ് നമ്മൾ പാലേശിട്ട് ഇന്ന് 1 വർഷം ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു ഈ സമയത്ത്. പക്ഷെ പെട്ടെന്ന് പോയൊരു വർഷം, മീൻസ് പെട്ടെന്ന് ഒരു കുറച്ച് ദിവസം കൂടി തോന്നുന്നു പാലേശിട്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാളെയാണ്. ഇന്ന് 8-ാം തീയതി. ഇന്നാണ് 1 വർഷമായത് പാലേശിട്ട്. അതുകൊണ്ട് റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് നാരങ്ങ കലക്കാം. വീട്ടിൽ ഇതേപോലത്തെ ഒരു പാത്രം കാണും. ഞാൻ ഏത് വീട്ടിൽ പോയാലും അവിടെ ഇതേപോലത്തെ ഒരു പാത്രം കാണും. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. വീട്ടിൽ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിവിടെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് എനിക്കിവിടെ ഇരുന്നേ കഴിക്കാം. അതിപ്പോൾ ചോറായാലും ശരി, എന്ത് ഫുഡായാലും ശരി, ഞാൻ കയ്യിൽ വെച്ചിട്ടായാലും കഴിക്കും. പക്ഷേ എനിക്ക് ഡൈനിങ് ടേബിൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരു ഉപയോഗമില്ല. ഇവിടെ ആണ് ഞാൻ. ബാക്കി എല്ലാവരും ഡൈനിങ് ടേബിളിലിരിക്കും. ഞാൻ കംഫർട്ടബിൾ ഇതിലിരിക്കുമ്പോഴാണ്. അപ്പം നമുക്കിനി കഴിച്ചിട്ട് കാണാം. അതുപോലെ ഫുഡൊക്കെ കഴിച്ച് ഫുഡെല്ലാം കഴിച്ച് നമുക്കിത് കൊണ്ടുവച്ച് എന്നിട്ട് കൊണ്ടുവച്ചിട്ട് കാണാം. നമുക്കിപ്പോൾ ഇവിടെ വയ്ക്കാം. കുറേ കഴിഞ്ഞിട്ട് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ക്ലീൻ ചെയ്തേ പറ്റൂല്ലെങ്കിൽ അമ്മയുടെ വായിലിരുന്ന് കേൾക്കണം. നമുക്ക് എന്തായാലും ഇനി റൂമിലോട്ട് പോവാം. മിക്കവാറും ഇനിയും കുറേ നേരം ഫോണിൽ കണ്ടു നിന്നിട്ട് ഞാൻ മിക്കവാറും കിടന്നുറങ്ങുമായിരിക്കും. അപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫോണിൽ വീണ്ടും ചാർജില്ല. ഇപ്പോൾ ചാർജ് ഇട്ട് റീൽസ് കാണും. നേരത്തെ പോലെ ഉറങ്ങി പോകുമെങ്കിൽ ഉറക്കം എണീച്ചിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ സമയം ഒരു 4 മണിയായി.
അപ്പം ഇനി ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അതിനിടയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ഷൂട്ട് ചെയ്യാം. എൻ്റെ ഫോണൊക്കെ ചാർജിനിട്ട് ഉറങ്ങിയില്ല. കുറച്ച് അസൈൻമെൻ്റ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അസൈൻമെൻ്റ് എല്ലാം എഴുതി. പിന്നെ കുറച്ച് വായിച്ചു നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ഫോൺ ചാർജ് ആവുന്ന സമയം കൊണ്ട് ചെയ്ത്. നാളെ ക്ലാസ്സിൽ മറ്റന്നാൾ ക്ലാസ് ഉണ്ട്. അപ്പം കുറച്ച് വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വായിച്ചു കഴിഞ്ഞു. എന്നിട്ട് സമയം നോക്കിയപ്പോഴാണ് 6 മണി. അമ്മ ഇതുവരെ വന്നില്ല. അപ്പം എന്തായാലും പോയി ചായ ഇടാം. എന്നിട്ട് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. കാരണം പ്രത്യേകിച്ച് അതിന് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എന്തായാലും പോയി ചായ ഇടാം. ഡോറൊക്കെ തുറക്കാം. 6 മണിയായി. അപ്പം ചായക്ക് പാലൊക്കെ വെച്ച് ഇനി അത് തിളക്കട്ടെ. നമുക്ക് അതുവരെ അവിടെ പോയിരിക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് തേയിലയിടാം. എനിക്ക് ചായനെക്കാട്ടിലും പൊതുവേ ഇഷ്ടം കോഫിയാണ്. പിന്നെ എന്തായാലും കുടിക്കും. മൂലം ചായ ഇടുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. കാരണം അമ്മൂമ്മ ചായയിൽ മാത്രം എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായയിൽ മാത്രം പഞ്ചസാര ഇടൂല, ഷുഗറാണെന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയെല്ലാം കഴിക്കും. അതിന് മാറ്റി വെക്കണം. എന്തായാലും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. ഇത് പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആണെന്നൊന്നും പറയത്തില്ല. ഇന്നത്തെ എൻ്റെ ഒരു ഇന്നത്തെ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം എന്തായാലും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.